മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ കുട്ടികളുടെയൊക്കെ പരീക്ഷാക്കാലം അടുത്ത് വരികയല്ലേ. ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടെ അത് ചെയ്യണം തോന്നി. കാരണം പല കാര്യങ്ങളും മനുഷ്യന് മറവിയാണല്ലോ. ഈ തിരക്കുള്ള സമയത്ത് എപ്പോഴും ചില കാര്യങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടി ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണേ, കാരണം നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. നിങ്ങൾക്ക് മാത്രമല്ല, കുട്ടികൾക്കും പ്രയോജനപ്പെടും. അതായത് ഈ പരീക്ഷ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞോട്ടെ. ആദ്യമായിട്ട് വേണ്ടത് വീട്ടിലെ സമാധാനമായിട്ടൊരു അന്തരീക്ഷമാണ്. ഒരു പ്രസന്നമായ പ്ലസൻ്റായ അന്തരീക്ഷം. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കാതെ അവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുക. അവരോടൊപ്പം തോള് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുക. ശാസിക്കാനും വഴക്ക് പറയാനൊന്നും പോകണ്ട. കാരണം ഇനി അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. കാരണം പരീക്ഷയെല്ലാം അടുത്ത് വരുന്നു. നിങ്ങൾ അങ്ങനെ വഴക്ക് പറയുമ്പോൾ അവർക്ക് ടെൻഷനും ദുഃഖവും കൂടുകയുള്ളൂ. ഇപ്പോൾ അതല്ല വേണ്ടത്. അവർ പഠിച്ച ഭാഗങ്ങൾ റിവിഷൻ നടത്താനും പഠിച്ച പാഠഭാഗങ്ങൾ മെമ്മറൈസ് ചെയ്യാനും അവർക്ക് സാധിക്കണം. അപ്പോൾ മനസ്സിലേക്ക് മറ്റ് വിചാരങ്ങളോ വികാരങ്ങളോ ഒന്നും കയറിപ്പോകാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നിങ്ങളുടെ കുറച്ച് സ്നേഹവും അവരൊരു കരുതലും പ്രോത്സാഹനവും ഒക്കെ ആകാം. അതൊക്കെ അവർക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് പരീക്ഷ ഫോക്കസ് ചെയ്തിട്ട് ചില ഓട്ടോ സജഷൻസ് അഫർമേഷൻസ് പറയുന്നുണ്ട്, കൊടുത്തേക്ക്. അത് പിള്ളേർക്കെല്ലാം വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. എൻ്റെ മകൾക്ക് അവൾക്ക് ഫുൾ A+ സ്കോർ ചെയ്തത് ഈ ഒരു ഓട്ടോ അഫർമേഷൻ കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ എപ്പോഴും പറയും. ഞാൻ പരീക്ഷിച്ച റിസൾട്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാനത് കൊടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ അത് പ്രയോജനപ്പെടും. അപ്പോൾ അത് മറക്കാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലോ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്തെങ്കിലും ചെയ്തിട്ടത് പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കുക. അതിൻ്റെ വിശദവിവരങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടോ അഫർമേഷൻസ് വളരെയധികം ഫലപ്രദമാണ്. അവർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. കാരണം അവർക്ക് റീകളക്ട് ചെയ്യുകയാണ് വേണ്ടത്. അവരുടെ മനസ്സിലെ ആശയങ്ങളുണ്ട് പഠിച്ച കുട്ടികൾക്ക്. അപ്പോൾ അത് പുറത്തെടുക്കാനാണ് പലർക്കും സംയോജിതമായി പറ്റാതെ വരുന്നത്. അപ്പോൾ അവരുടെ ബ്രെയിനിൽ നിന്ന് ഈ ന്യൂറോ ട്രാൻസ്മിഷൻസ് വളരെ സ്ട്രോങ് ആക്കിക്കൊണ്ട് ഈ ആശയങ്ങളെ പേനയുടെ തുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ അഫർമേഷൻസ് വഴി നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ കൂടെ വേറൊരു കാര്യം കൂടെ ചെയ്തിരുന്നു. അതായത് ഈ അവളുടെ സ്കൂളിൽ, അവൾ പഠിച്ചിറങ്ങിയ സ്കൂളിൽ നിന്ന് സ്കൂളുകാർ ഈ വിജയിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ പേപ്പർ കൊടുക്കുമല്ലോ. അതായത് ഫുൾ A+ കിട്ടുന്ന കുട്ടികളുടെ. അപ്പോൾ ഞാൻ ഒരു പേപ്പർ കട്ടിങ് ഉണ്ടാക്കിയിട്ട് ഇവളുടെ പേരൊക്കെ വെച്ചിട്ട് ഞാൻ ആ പേപ്പറിൽ അതുപോലെ പ്ലേസ് ചെയ്തു ഫോട്ടോ. 1, 2, 3 കുട്ടികൾ, 4 കുട്ടികൾ. അതിശയം എന്ന് പറയട്ടെ, അവൾ റിസൾട്ട് വന്നത് കൂടാതെ ഈ സ്കൂളിൽ നിന്ന് ഫോട്ടോ പേപ്പറിൽ പബ്ലിഷ് ചെയ്തത് ഞാൻ കൊടുത്ത അതേ രീതിയിൽ തന്നെയായിരുന്നു. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇത് ഞാൻ അതിശയിച്ചു പോയി. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ്. നമ്മൾ എനർജി, നമ്മുടെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ എനർജിയാണ്. അപ്പം നമ്മൾ അനുകൂലമായിട്ട് ചെയ്യുന്ന എനർജികൾ, ക്രിയേറ്റ് ചെയ്യുന്ന എനർജികൾ നടക്കുമെന്നാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അത് പ്രയോജനപ്പെടും. അത് എല്ലാവരും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക. ഇനിയിപ്പോൾ വേറൊരു പേരൻസ് അറിയാതെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടികളെ കമ്പാരിസൺ നടത്തുക. അപ്പുറത്തെ തോമസ് കുട്ടിയായിട്ടും ഇപ്പുറത്തെ ചാക്കോച്ചനായിട്ടും സുൽഫിക്കറും ആമിനെയൊക്കെ ആയിട്ട് രാംകുട്ടിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ അത് തികച്ചും അനാരോഗ്യകരമായ പ്രവണതയാണ്. അപ്പോൾ ഒരമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇവർ നിസ്സാരക്കാരല്ല. കാരണം ആയിരക്കണക്കിന് പുരുഷബീജത്തിൽ നിന്ന് ഒരു പുരുഷബീജമാണ് അമ്മയുടെ അണ്ടവുമായിട്ട് യോജിച്ചിട്ട് ഭ്രൂണമായിട്ട് പിന്നീട് കുട്ടിയായിട്ട് മാറുന്നത്. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് രാജ്യത്തിനും നാടിനും വീടിനും ഒക്കെ ഉപകാരപ്പെടുന്ന വ്യക്തിയായിട്ട് ഓരോ കുട്ടിയും മാറണം. അപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് അനേക മടങ്ങ് പുരോഗതി പ്രാപിക്കാൻ സാധിക്കുക. അത് നമ്മൾ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം രാജ്യ പുരോഗതിയിൽ പേരൻസിൻ്റെ പങ്ക് വളരെ നിർണായകമാണ്. ഓരോ കുട്ടിയും സമർത്ഥരായി വന്നെങ്കിൽ മാത്രമേ, സമർത്ഥരായ മാത്രം പോരാ, ആദർശശുദ്ധിയുള്ളവരുമായിരിക്കണം. അങ്ങനെയുള്ളവരായിക്കഴിഞ്ഞാൽ പിന്നെ തീവ്രവാദവും ഒന്നും ഈ ലോകത്ത് അല്ലെങ്കിൽ നാട്ടിലും ഒന്നും കാണില്ല. അപ്പോൾ നമ്മൾ പേരൻസ് വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഓരോ കുട്ടിയും അതുല്യരാണ്, അതുല്യ പ്രതിഭകളാണ്. അനേകം കഴിവുകൾ അവരുടെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. നമ്മുടെ ഋഷിരാജ് സിംഗ്, ബഹുമാനായ ഋഷിരാജ് സിംഗ് ഈ അടുത്ത കാലത്ത് നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മകന് അദ്ദേഹം ഒരിക്കലും പ്രഷറൈസ് ചെയ്തിട്ടില്ല.
IPS എടുക്കാനോ IAS എടുക്കാനോ ഒന്നും. അദ്ദേഹം മകൻ്റെ ഇഷ്ടമനുസരിച്ച് വിടുകയാണ് ഉണ്ടായത്. മകന് ഡിസൈനർ ആകാനായിരുന്നു ആഗ്രഹം. അപ്പോൾ അവന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് മറ്റ് ഇതിലൊന്നും താല്പര്യമില്ല, എനിക്കൊരു ഡിസൈനർ ആകണം. ഏതായാലും അദ്ദേഹം അവനെ നിർബന്ധിച്ചില്ല, അവൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് അദ്ദേഹം നിന്നു. ഇപ്പോൾ അവന് അമേരിക്കയിലെ നല്ലൊരു ഡിസൈൻ കമ്പനിയിൽ നല്ല മാസപ്രതിഫലം വാങ്ങിക്കുന്ന ഒരു ജോലിയിൽ അവൻ തുടരുകയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, കുട്ടികളെ ഒരിക്കലും നമ്മൾ പേരൻസ് പ്രഷറൈസ് ചെയ്യരുത്. അവരുടെ ഇഷ്ടമനുസരിച്ച് അവരെ വാർത്തെടുക്കുക. ഒരു സ്വർണ്ണപ്പണിക്കാരൻ എങ്ങനെയാണോ സ്വർണം മാലയായി മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോൾഡിംഗ് ആണ്. അതായത് നമ്മളവരെ ആ ശരിയായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക മാത്രമേ ഉള്ളൂ നമ്മുടെ കടമ. അവർ ചെളിയിൽ കൊണ്ടുപോകാതെയും അത് മറ്റ് ടെററിസം, മയക്കുമരുന്ന്, കള്ളത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണു പോകാതെ അവരെ നമ്മൾ നേർവഴിക്ക് നടത്തുക, നേർവഴിക്ക് നയിക്കുക മാത്രമാണ് പേരൻസിൻ്റെ ഉത്തരവാദിത്തം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ അവർ ചെയ്ത്, അവർക്ക് അതിനുള്ള കഴിവുകളുണ്ട്, ഇൻബിൽറ്റ് ടാലൻ്റാണ്. എല്ലാവർക്കും അനന്തമായ ശക്തി ഉള്ളിലുണ്ട്. അത് നമ്മൾ വിവേകാനന്ദ സ്വാമികളുടെ ഒരു പുസ്തകമുണ്ട്, വിദ്യാഭ്യാസം എന്ന്. ആ പുസ്തകം ആർക്കെങ്കിലും എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വായിച്ചു നോക്കണം. അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ 100% ശരിയായിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വലിച്ചേട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ കുട്ടികളെ ആരുമായിട്ടും മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്, ഓർമ്മശക്തിയുണ്ട്, ബുദ്ധിശക്തിയുണ്ട്, വിശകലന ശേഷിയുണ്ട്, അനലിറ്റിക്കൽ കപ്പാസിറ്റി. ഇതൊക്കെ നമ്മളെക്കാളും നന്നായിട്ട് അവർക്കുണ്ട്. കാരണം അവർ അതുപോലുള്ള സമയത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്, ആധുനിക യുഗത്തിനാണ് അവർ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അതിവേഗം നീങ്ങുന്ന ലോകത്തിനൊപ്പിച്ചുള്ള ഒരു കാലിബർ അവർക്കുണ്ടായെങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അവരുടെ ആയിരിക്കുന്ന കഴിവുകൾ ഉൾപ്പെടെ എന്താണോ നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളുടെ എല്ലാ കുറവുകളും നേട്ടങ്ങളും ഉൾപ്പെടെ അവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അവരുടെ കഴിവിൽ വിശ്വാസമുണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ടെന്ന് അവർക്ക് തോന്നണം. അവർ മോശക്കാരല്ല എന്ന് പേരൻസിന് ധാരണയുണ്ട്, വിശ്വാസമുണ്ടെന്നുള്ള കാര്യത്തിൽ വേണം നമ്മുടെ കുട്ടികൾക്ക് ബോധ്യം വരുത്തേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. അങ്ങനെ ആയാൽ നിങ്ങൾ വിജയിക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പരീക്ഷ ഒന്നാന്തരമായിട്ട് എഴുതാനും ഉയർന്ന വിജയം കരസ്ഥമാക്കാനും സാധിക്കട്ടെ. അങ്ങനെ എല്ലാ വീടുകളിലും സന്തോഷം ഉണ്ടാകട്ടെ. മക്കളുടെ വിജയത്തിൽ എല്ലാ പേരൻസിനും അഭിമാനിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.